വലിയൊരു നേട്ടത്തിലൂടെയാണ് ആരോഗ്യരംഗം ഇപ്പോൾ കടന്നുപോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 14 വയസ്സുകാരൻ പൂർണ്ണമായും രോഗമുക്തി നേടി ഇന്നിപ്പോൾ ആശുപത്രി വിട്ടു. ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ റൌഫ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ആണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഓക്കെ, തീർച്ചയായും നമ്മൾ ലോകത്ത് തന്നെയുള്ള CDCയുടെ ഡാറ്റ പരിശോധിക്കുമ്പോൾ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് കൺഫേംഡ് കേസ്, അതായത് PCR നെഗ്ലീരിയ ഫോളറി പോസിറ്റീവായ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസിൽ CDCയുടെ 2024 ഏപ്രിലെ ഡാറ്റ പ്രകാരം ഇതുവരെ ലോകത്ത് 8 പേരാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ സർവൈവേഴ്സ് ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കൺഫേംഡ് പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസിൻ്റെ സർവൈവറാണ് നമ്മുടെ കുട്ടി. അതുതന്നെ അവൻ പൂർണ്ണ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഡിസ്ചാർജ് ആവുന്നത്. അത് നമ്മുടെ ആരോഗ്യരംഗത്തിന് ഒരു വലിയ നേട്ടം തന്നെയാണ്. കുട്ടിക്ക് കൊടുത്ത മരുന്ന്, ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന്, അതെല്ലാം ഈ ഘട്ടത്തിലേറെ നിർണായകമായിട്ടില്ലേ? തീർച്ചയായും ഇതിൽ ആദ്യമായിട്ട് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്നതാണ്. അതായത് കുട്ടിക്ക് ഉണ്ടായ ലക്ഷണങ്ങൾ ശക്തമായ പനി, തലവേദന, പിന്നീട് അപസ്മാരമായിരുന്നു. ഈ ലക്ഷണങ്ങൾ തുടങ്ങി ഉടനെ തന്നെ അവർ അപസ്മാരം ഉണ്ടായപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടേഴ്സ് പാർക്ക് ഹോസ്പിറ്റലിൽ അവർ അവെയർ ആയിരുന്നു. അവർ നമ്മളെ വിളിച്ച് നമുക്ക് റെഫർ ചെയ്യുകയുണ്ടായി. രോഗലക്ഷണങ്ങൾ തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ രോഗം പ്രാഥമിക സ്ഥിരീകരണം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. അതാണ് ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് 3-ാം ദിവസം നമ്മുടെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് ജർമ്മനിയിൽ നിന്നുള്ള മിൽട്ടിഫോസിൻ എന്ന മരുന്നും എത്തിച്ചു. അതും അവൻ്റെ റിക്കവറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, രണ്ടാമത്തേത് മിൽട്ടിഫോസിൻ അതിൽ കൊടുക്കുന്ന ഒരു മരുന്നിലൊന്നാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അവയർനെസ്സും പിന്നെ നിങ്ങളെല്ലാവരും മീഡിയ ഉണ്ടാക്കിയ പബ്ലിക് അവയർനെസ്, ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ എല്ലാം നിർണായകമായിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ രോഗം? എന്താണ് രോഗലക്ഷണം? എത്തരത്തിലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്? മുൻകരുതൽ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ അമീബ കലർന്നിട്ടുള്ള അമീബ കണ്ടാമിനേറ്റ് ചെയ്ത വെള്ളത്തിൽ മുങ്ങിക്കിളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ അമീബ ക്രിബ്രിഫോം പ്ലേറ്റ് എന്നൊരു പ്ലേറ്റ് ഉണ്ട്. അതുവഴി ബ്രെയിനിലോട്ട് ഡയറക്റ്റ് ഇൻവേഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന മസ്തിഷ്ക ജ്വരമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ അത് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൂള് മാനേജ് ചെയ്യുന്നവരും കുളിക്കുന്നവരും ഉറപ്പ് വരുത്തുക. രണ്ടാമത്, കുളങ്ങൾക്കെല്ലാം ഇപ്പോൾ ക്ലോറിനേഷൻ പ്രോട്ടോക്കോൾ ഇല്ല, എന്നാലും ആവും വിധം ക്ലോറിനേറ്റ് ചെയ്യുന്നതാവും നല്ലത്. ഇനി ഇത്തരം കണ്ടാമിനേറ്റ് ചെയ്ത കുളങ്ങളിൽ കുളിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ആഴമില്ലാത്തതോ ഒഴുക്കില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. ഇനി ക്ലോറിനേറ്റ് അല്ല, മലിനപ്പെട്ടിരിക്കാമെന്ന് സംശയിക്കുന്ന കുളത്തിൽ കുളിക്കുന്നവർ ചാടിക്കുളിക്കുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യരുത്. ഈ വെള്ളം മൂക്കിലൂടെ ഒരു ഫോഴ്സിൽ പോകുമ്പോഴാണ് അമീബ മൂക്കിലോട്ട് കടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നീന്തുകയാണെങ്കിൽ തന്നെ ഹെഡ് അപ്പ് വെച്ചിട്ട് നീന്തുക. മുങ്ങുകയാണെങ്കിൽ നോസ് ക്ലിപ്പ് ഉപയോഗിച്ച് മുങ്ങുക, അതായത് വെള്ളം മൂക്കിലോട്ട് കടക്കാൻ ആവാത്ത രൂപത്തിൽ കുളിക്കുക. ഇനി അഥവാ നമ്മൾ ഇത്തരം കുളി കഴിഞ്ഞ് ഒരു 14 ദിവസത്തിനുള്ളിൽ ശക്തമായ തലവേദനയോ ഛർദിയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഇതിനെക്കുറിച്ച് അവെയറാണ്. അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ ഈ രോഗം ക്യൂർ ചെയ്യാനാവുമെന്നാണ് നമ്മുടെ ഈ കേസ് കാണിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് രോഗം കണ്ടെത്തി അതിന് ചികിത്സ നൽകി എന്നത് തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.